നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റായ ആന്തോറിയത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. ആന്തോറിയം മഴക്കാലത്ത് നമ്മൾ ആന്തോറിയത്തിന് ചില പ്രക്രിയകൾ ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു കൊല്ലമായിട്ടുള്ള ആന്തോറിയം നന്നായിട്ട് പൂക്കൾ തന്നു. പക്ഷെ അതിൻ്റോടൊപ്പം തന്നെ അതിൽ ഇലകളും കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആന്തോറിയത്തിന് അത്ര ഇലകൾ വേണ്ട, അതുപോലെ നല്ല വൃത്തി വേണം. ഇതിലിപ്പോൾ ഉണങ്ങിയ ഇലകളൊക്കെ കുറച്ച് കാണും. അപ്പോൾ നമ്മളതൊക്കെ വെട്ടി ഒതുക്കുക എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് മാക്സിമം ഒരു ചെടിയിൽ 5 ഇലകൾ നിർത്തിയാൽ മതി. അതാണ് നമ്മുടെ തോട്ടത്തിന് ഭംഗി ഉണ്ടാവുക. പിന്നെ ഉണങ്ങിക്കിടക്കുന്ന പൂക്കൾ, ഇലകൾ അതൊക്കെ മുറിച്ച് കളയുക. ഞാൻ എല്ലാ കൊല്ലങ്ങളിലും ഈ ഒരു തിരുവാതിര, ഞാറ്റുവേല തുടങ്ങിയാൽ ഞാൻ ഇങ്ങനൊരു എല്ലാ ആന്തോറിയത്തിനും ഞാൻ ചെയ്ത് വൃത്തിയാക്കാറുണ്ട്. അത് ഇക്കൊല്ലവും ചെയ്യാണ്. അപ്പോൾ അതൊന്ന് നമ്മളുടെ ഒരു ചാനലുള്ള സ്ഥിതിക്ക് അതും ഒന്ന് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ കുറച്ച് വലിയ പഴക്കമുള്ള ചെടികൾ ഊന്ന് കൊടുക്കേണ്ട അവസ്ഥ തുടങ്ങിയിട്ടുണ്ടാവും. അത് നീണ്ട് പോവുക. അതിൻ്റെ അടിയിൽ ചെറിയ പുതിയ തൈകളൊക്കെ മുളച്ച് വരും. എങ്കിലും ആ നന്നായി ഫ്ലവർ ചെയ്യുന്നതിനെ നമ്മൾ കാറ്റത്തൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയോ എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് കെട്ടിക്കൊടുക്കുക. ഇതൊക്കെയാണ് ഈ സമയങ്ങളിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചകിരി വെച്ചിട്ടുണ്ടാവും. ആ ചകിരി ആകെ ചീഞ്ഞു പോയിട്ടുണ്ടാവും. അതിൽ നാശമായിട്ടുള്ള ചകിരിയും അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പുതിയ ചകിരി വെക്കുക. അതുപോലെ ഈ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിട്ട ഓടുമുറി ഒന്ന് ഇളക്കി കൊടുക്കുക, വേരുകളൊക്കെ ഒന്ന് വായു സഞ്ചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു കൊല്ലത്തിൽ ചെയ്യുന്നതാണ്. അതിന് പുറമെ നമ്മളുടെ കുമ്മായം 1 സ്പൂണ് എല്ലാ ചെടിക്കും ഞാൻ ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ ചീഞ്ഞ ചകിരി എടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയ ചകിരി ഒന്നും കൂടിയും വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനു മുമ്പേ സ്വല്പം ചാണകം, എനിക്കിപ്പോൾ കിട്ടിയിരിക്കണത് എന്താണെന്ന് വെച്ചാൽ നല്ല ഉണക്ക ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ വേപ്പും പിണ്ണാക്ക അതുപോലെ എല്ലുപൊടിയൊക്കെ ഇടാറുണ്ട്. എന്താണ് ആ സമയത്ത് ഉണ്ടാവുക, അപ്പോൾ അത് ഞാൻ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. ശരിക്കും ലിക്വിഡായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നല്ല ഉണങ്ങിയ നല്ല വലിയ കട്ടകളായിട്ടുള്ള ചാണകം കിട്ടിയത് കാരണം ഞാൻ ഇപ്രാവശ്യം അതാണ് ഇട്ടത്. ഇതൊക്കെ പുതിയതായിട്ട് ഞാൻ ചകിരി വെച്ച വൃത്തിയാക്കിയ തൈകളും ചെടികളാണ്. നമ്മൾ ആന്തോറിയം തോട്ടം എന്ന് പറഞ്ഞാൽ അത് നല്ല വൃത്തിയും വെടുപ്പൊക്കെ വേണം. അത് ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ അടിയിലത്തെ ചവറുകൾ വൃത്തിയാക്കുക. ആ ചട്ടിയുടെ അടിഭാഗത്ത് കിടക്കുന്ന ചപ്പുകളൊക്കെ അടിച്ചു വാരി തീയിടുക എന്നീ കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് എൻ്റെ തോട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അത് കാരണം ഞാൻ എല്ലാ കൊല്ലം ഇത് ചെയ്യും. ഞാനൊരു 2 തൈയിൽ നിന്നും തുടങ്ങി ഇപ്പോൾ ഒരു 10, 400, 500 തൈകളോളം ആന്തോറിയം എൻ്റെ കയ്യിലുണ്ട്. അത് പൂക്കുന്നതിൻ്റെയും മെയിൻ സംഗതി ഈ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതോടുകൂടി അതിൽ കീടങ്ങളുടെയോ അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോകുന്നതോ ഒന്നും എനിക്ക് ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം അതിൻ്റെ കടക്കിലേക്ക് എത്തുകയും ചെയ്യും. കുറച്ചും കൂടി നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ
ആന്തോറിയം കൃഷി ചെയ്യുന്നവർ കൊല്ലത്തിൽ ഒരിക്കൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയായാലും നന്നായിരിക്കും. അത് നിങ്ങളുടെ ചെടികൾക്ക് ആയുസ് കൂട്ടും ചെയ്യും, നന്നായി ഫ്ലവർ ചെയ്യാനും സാധിക്കും. അത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള ആന്തോറിയം ഗാർഡൻ്റെ ഒരു വ്യൂ ആണത്. അപ്പം നമ്മളതിൽ ഇലകൾ കുറഞ്ഞോടുകൂടി നല്ലതായിട്ട് പൂക്കൾ മാത്രമായി നിൽക്കുന്നതിന് തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോയിലുള്ള സംഗതി. ഇതെല്ലാ കൊല്ലങ്ങളിലും ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ചെടികൾ തരുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇടുക. നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു.